ഹായ് ഫ്രണ്ട്സ്, SSLC IT എക്സാമിനേഷൻ്റെ പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇവിടെ നമ്മൾ ഇങ്ക്സ്കേപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം നോക്കാം. മാതൃകയിലുള്ളതുപോലെ ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തയ്യാറാക്കുക എന്നാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. രണ്ട് സൂചന എടുത്തിട്ടുണ്ട്. ക്ലിപ്പ് ബോർഡിൻ്റെ പശ്ചാത്തല നിറം ഗ്രേഡിയൻ്റ് ആയി ക്രമീകരിക്കുക, ചിത്രം മുഴുവനായി ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ക്സ്കേപ്പ് തുറന്നിട്ട് പെട്ടെന്ന് തന്നെ എങ്ങനെ ചെയ്യാൻ നോക്കാം. ആപ്ലിക്കേഷനിലേക്ക് പോവുക, അവിടെ ഗ്രാഫിക്സിനകത്തേക്ക് വരിക, ഇങ്ക്സ്കേപ്പ് എന്നത് സെലക്ട് ചെയ്യുക. ഗ്രാഫിക്സ് അതിനകത്ത് ഇങ്ക്സ്കേപ്പ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ആ കാണുന്ന ചിത്രം ഇവിടെ വരയ്ക്കാം. അതായത് ഇവിടെ നമുക്കൊരു ചതുരത്തിനകത്ത് ഒരു കളർ ഗ്രേഡിയൻ്റ്, പിന്നെ ക്ലിപ്പ് ബോർഡും എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഒരു ചതുരം വരയ്ക്കാം. ടൂൾ ബോക്സിൽ നിന്നും ആ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് മൗസ് ഉപയോഗിച്ച് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ അവിടെ വരയ്ക്കാം. ഓക്കെ, വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അതിനകത്ത് കളർ കൊടുക്കണം. താഴെ കാണുന്ന ഒരു കളർ ബോക്സിൽ നിന്നും നമുക്ക് ഏകദേശം ഓറഞ്ച് പോലത്തെ ഒരു കളറല്ലേ അത് കൊടുത്തു. ഇനി നമുക്ക് ഗ്രേഡിയൻ്റ് ആണ്. അപ്പോൾ ഈ ഗ്രേഡിയൻ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം? റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഫിൽ ആൻഡ് സ്ട്രോക്കിലേക്ക് വരിക. അവിടെ ഈ കാണുന്ന ഒരു ടൂൾ ബോക്സിൻ്റെ സൈഡിലായിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടായിരിക്കുക. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരും. ഇനി ഈ കാണുന്ന ലീനിയർ ഗ്രേഡിയൻ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ഗ്രേഡിയൻ്റ് അവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വര കിട്ടും. നമുക്കതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ ഗ്രേഡിയൻറ്റിൻ്റെ ഷേപ്പ് ഇങ്ങനെ കൊണ്ട് മുകളിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ആ ഗ്രേഡിയൻ്റ് അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താണ് ഉള്ളത്? അതിനകത്തൊരു ചുവന്ന നിറത്തിലുള്ള ബോർഡർ വന്നിട്ടുണ്ട്. നമുക്ക് ആ ബോർഡർ കൂടെ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുക, ആ ഒരു ചതുരം സെലക്ട് ചെയ്യുന്നു, സ്ട്രോക്ക് പെയിൻറ്റിലേക്ക് വരുന്നു. നമ്മൾ ഈ ആദ്യത്തെ ഫ്ലാറ്റ് കളർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഒരു ബോർഡർ വന്നിട്ടുണ്ട്. പക്ഷേ ആ ബോർഡർ ഇപ്പോൾ ഒരു ഓറഞ്ച് പോലത്തെ കളറായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ആ കളർ അങ്ങ് മാറ്റണം. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കളർ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഏകദേശം റെഡ് പോലത്തെ ഒരു കളർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അത് മതി. ഇനി നമുക്ക് എന്താണുള്ളത്? അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഷേപ്പ് കൂടി നമുക്ക് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന വൃത്തം, അതായത് സർക്കിൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് നമുക്ക് സ്വിച്ച് ടു ആർക്ക് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇത് നമുക്കിവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് വരയ്ക്കാം. ഇതിന് നമുക്ക് സ്ട്രോക്ക് കൊടുക്കേണ്ടതില്ല. നമുക്ക് സ്ട്രോക്കുകൾ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്ട്രോക്ക് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അതിൻ്റെ കളർ എന്താണ്? ഏകദേശം ഒരു ഗ്രേ പോലത്തെ ഒരു കളറാണ് കൊടുത്തേക്കുന്നത്. അതിലും ഗ്രേഡിയൻ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ ഫില്ലിലേക്ക് വരുന്നു, ലീനിയർ ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്യുന്നു. ഗ്രേഡിയൻ്റ് ഏകദേശം മുകളിലോട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഇത്രയും ഗ്രേഡിയൻ്റ് കൊടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് അതൊന്ന് മൂവ് ചെയ്തുകൊണ്ടൊന്ന് ഇവിടെ ഇങ്ങനെ വയ്ക്കാം. ഇത്രയും സൈസ് ഇതിന് ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ആ ഒരു ക്ലിക്ക് ചെയ്ത് ചെറുതാക്കാം. ഓക്കെ, നമ്മളത് അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനി ഇതിനകത്ത് ക്ലിപ്പ് ബോർഡ് ഒന്ന് ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. അതായത് ഒരു എ എന്ന് പറയുന്ന സിമ്പിൾ സെലക്ട് ചെയ്യുന്നു. നമുക്കൊരു ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ക്ലിപ്പ് ബോർഡ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ക്ലിപ്പ് ബോർഡ് ഒന്ന് ടൈപ്പ് ചെയ്തു. നമ്മൾ സെലക്ട് ചെയ്തിട്ട് വൈറ്റ് കളർ കൊടുക്കുന്നു. ഇനി എന്താണ്? ഒന്ന് ബോൾഡ് ആക്കണം. ബോൾഡാക്കി ഇനി അതിൻ്റെ ടെക്സ്റ്റിൻ്റെ സൈസൊക്കെ ഒന്ന് കൂട്ടാം. ഒരു 48 ഞാൻ കൊടുത്തു. ഇനി നമുക്കത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന അതേ സംഭവം നമ്മളിവിടെ സെറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ആക്കണം. ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിൻ്റെ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഗ്രൂപ്പ് എന്നത് കൊടുക്കുക. അപ്പോൾ അത് ഗ്രൂപ്പ് ആയിട്ടുണ്ട്. ഇനി നമ്മളത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, എല്ലാം കൂടെ ഒരുമിച്ച് മൂവ് ആവത്തുള്ളൂ. അതിനർത്ഥം അത് ഗ്രൂപ്പായി എന്നാണ്. ഇനി നമുക്കത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചിത്രം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന പേരിൽ ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ SPG ഫയലായി സേവ് ചെയ്യുക. ഓക്കെ, നമുക്ക് എങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. ഫയല്, അവിടെ നിന്ന് നമുക്ക് സേവ് ആസ് എന്നത് പോവുക. ഇവിടെ നമുക്ക് ഹോം, ഇപ്പോൾ ഇവിടെ എൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് നിങ്ങളുടെ ഹോം എന്നായിരിക്കും ഉണ്ടാവുക. ഹോമിനകത്ത് exam10 എന്നൊരു ഫോൾഡർ ഉണ്ടായിരിക്കും. ആ ഫോൾഡറിനകത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ നിങ്ങളുടെ ചോദ്യ നമ്പർ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക.